ആരാണ് മൂസാമ്പുരി എന്ന് പറഞ്ഞത്? വല്യച്ഛന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ അച്ഛൻ അപ്പനാണ്. എന്റെ അച്ഛന്റെ അപ്പനാണ്. അപ്പനും എന്താ പറയണ്ടേ, ഏട്ടനനിയനാണ് വേലിയേട്ടൻ. രണ്ടാളും സ്വർണ്ണത്തെ വരുമ്പോൾ അവരുടെ അപ്പന്റെ മകനാണ് വല്യച്ഛൻ. നേരെ മൂസാമ്പൂരിന്റെ മകനാണ് അച്ഛൻ. അപ്പൊ അതാണ് മഹമൂസ എന്ന് പറയാം. ഉണ്ണിയേട്ടന് മഹമൂസ, പിന്നെ കുഞ്ചുവാണ് മഹമൂസ. ക്രിസ്ത്യാനികളെ കല്യാണം ഉണ്ടായ കുട്ടന്റെ വേളി കഴിഞ്ഞപ്പോഴേ കുഞ്ചു പറയത്തല്ല, അമേരിക്കയിൽ കുഞ്ചു മഹമൂസിന്റെ വേളിയില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത് അമേരിക്കയിൽ. കുട്ടൻ മഹമൂസാണ് ശരിക്കും. ആര് പറഞ്ഞു അവന്? കുഞ്ചപ്പൻ. അല്ല, അവിടെ ആദ്യത്തെ എല്ലാവർക്കും പെൺകുട്ടിയൊക്കെ ശ്രീദേവിക്ക് ആദ്യമായിട്ടായി ആൺകുട്ടി ഉണ്ടായ ഏട്ടന്റെ സഹോദരി ആദ്യമായിട്ടാണ് ആദ്യത്തെ ആൺകുട്ടി ഉണ്ടായതാണ്. ഉണ്ണിയോള് ആദ്യത്തെ ഉണ്ണി അങ്ങനെയല്ലേ, ഒക്കെ ആദ്യത്തെ പെണ്ണാട്ടം. കൂടുതലായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു ഉണ്ടായ ഏട്ടന്റെ സഹോദരി വെച്ചാൽ ഇവരുടെ മുത്തച്ഛന്റെ സഹോദരി. പിന്നെ പാർവതിയുടെ ഏടത്തിണ്ടല്ലോ കടലായ സാവിത്രി, അത് മൂത്തതാണുണ്ടാവും. അതും പെണ്ണാണ്. പിന്നെ കൂറ്റാളിക്കാട്ടമ്മയിലുള്ള അത് ശാന്ത. കഴിഞ്ഞിട്ടാണ് ആ ഉണ്ണിയോളൊക്കെ. എല്ലാവർക്കും പെൺകുട്ടിയോടെ ആദ്യം ഉണ്ടായ ഉണ്ണിയേട്ടൻ ആദ്യം ജിതയാണ്, പിന്നെയാണ് ആദ്യം സിമിയോ സിമി കഴിഞ്ഞിട്ടാണ് സിമിയോ സിമി. അപ്പൊ ശ്രീദേവിക്ക് ഉണ്ടായപ്പോ ഉണ്ടായിട്ട് ഇച്ചിരി അതന്നെ പറഞ്ഞു. പാർവതിയുടെ ജിതേഷ് നാരായണൻ, ഡോക്ടർ ജിതേഷ് നാരായണൻ. അവിടെ തലമുറ എല്ലാവർക്കും പെൺകുട്ടിയോളാണ് ആദ്യത്തെ. അപ്പോ എന്താ പറയാ, കൂടല്ലൂര് പണ്ഡിതൻ ഉണ്ടായിരുന്നു അവസാനത്തെ പണ്ഡിതൻ ഒരാളൊന്നല്ല, കുറെ ആളുണ്ടാവും. അല്ലല്ലേ അവസാനത്തെ? അദ്ദേഹം മൂസാമ്പുരി ആയിരുന്നു അല്ലേ? അദ്ദേഹം മൂസാമ്പുരി ആയിരുന്നു. കുറച്ച് പണ്ഡിതന് കാവുമ്പുരി പറയും. കുറച്ച് സംസ്കൃത അച്ഛനെക്കാട്ടിലൊക്കെ അറിയും. അച്ഛന് കഥകളി തന്നെ അറിയുന്നു. കഥകളി, അപ്പവും പഞ്ചാറ് പായസം. പിന്നത് പായസം പാലക്കാട്ട് പഞ്ചായത്ത് രണ്ടാം ക്ലാസ്സായി. അത്ര നന്നായില്ല. പാലക്കാട് പായസം നന്നായി എന്നല്ലേ കേട്ടിരിക്കണേ? കരിയണതിന്റെ മുമ്പേ അങ്ങനെ കൊഴുത്തിരിക്കണം. ശുഷ്ക എന്താ പറയാ, ശുഷ്കാന്തി അല്ല, എന്താ കുടിയപ്പം. അതെ അതെ അതെ, അത് മനസ്സിലായി മനസ്സിലായി. അവിടെ ഈ പക്ഷിയൊക്കെ അവിടെ തെക്കപ്പാടി അന്നൊക്കെ അവിടെ തെക്കപ്പാടിമാരാ. അതിന്റെ കീഴില് മാനാനം പറ്റ അങ്ങനെ കുറെ ഉണ്ട്. ഇയാളാണ് മൂത്തപക്ഷ. ആനാരി ഇപ്പോഴല്ലേ, ആനാരി രണ്ടാം ക്ലാസ്സാണ്. ഇപ്പൊ നന്നാവുന്നില്ല, ചതയൊക്കെ ചുണ്ടി വരികയാണ്. ആനാരിക്ക് വയസ്സായില്ല ഇപ്പൊ? കുറച്ചൊക്കെ അറിയാട്ടോ. ഓയിക്കന്റെ ഇതൊക്കെ അറിയാം. മന്ത്രമൊക്കെ എന്താ തേജൊക്കെ മരിച്ചിട്ട് ആനാറിനായിരുന്നു സാറേ. ഓയിക്കനത്ര അറിയില്ലേ, വയസ്സായാൽ മരിച്ചു. ഓയിക്കൻ ആലുള്ളി തേജിയൊക്കെ അവരുടെ അവരൊക്കെ മരിച്ചു. പിന്നതാണ് 41 അങ്ങനെ ഓരോന്നും ഉണ്ടായില്ല. ശ്വാസം അങ്ങനെയൊക്കെ ആകുമ്പോ ആനാർക്ക് തന്നെ പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയാം. ആ സഞ്ചയനത്തിന്റെ ഒക്കെ കണ്ടു. പഞ്ചായത്തിന് പോയിരുന്നു ഞാൻ. അന്ന് അവിടെയായിരുന്നു വല്യേശം വിളിച്ച്, ഗീതള വല്യേശം വിളിച്ചിട്ട് അന്ന് അവിടെ തന്നെയാണ് ശരി. ഞാൻ പോയിരുന്നുണ്ട്. എന്റെ താഴെ വരില്ല, അന്ന് ഞാൻ പോയിട്ടില്ല. വലിയേട്ടൻ തന്നെ മരിച്ചിട്ട് കൊല്ലത്ത് പോയി. 41 വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയി.
അത് വായന ശബ്ദാപകരണമായിരുന്നു എൻ്റെ ഇടയിൽ ഒരു ദിവസം പോയി. പതിനാല് തലമുറ ഉണ്ടായിരുന്ന കേമന്മാര് ഇപ്പൊ എല്ലാവരും പരിഷ്കാരികളല്ലേ നായന്മാര്. ഏട്ടനെ കൂടുതൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് തനിയാൽ ചോദ്യം ചോദിച്ചു. അവിടെ അപ്പൻ്റെ ആ അപ്പൻ്റെ അമ്മ കുറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കപ്പിഞ്ഞാട്ട് അത്ര പേര് പഠിച്ചിട്ടുണ്ട് ആ കുഞ്ഞു കാമുകത്തിനൊക്കെ. മുമ്പുള്ളവര് ആരാണ് കപ്ലിങ്ങാട്ട് ആണോ പഠിച്ചിരിക്കുന്നത്? ആരുടേതാ പഠിച്ചിരിക്കണേ? അച്ഛന്മാരുടെ തന്നെ പഠിക്കുന്നത് അവരുടെ. അന്ന് കേന്മാരുണ്ടാവും.